ചോദിക്കാൻ പോകുന്നതും നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യം എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ചോദ്യം എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ഒരു നമ്പർ തരും. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അതിനെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? ഇതായിരിക്കും ചോദ്യം. ഒരു നമ്പർ തരും, ആ നമ്പറിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും എന്നായിരിക്കും ചോദ്യം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയുള്ള റിമൈൻഡർ ശിഷ്ടം കണ്ടുപിടിക്കാൻ നിങ്ങൾ വേറെ ഒരു നമ്പർ നോക്കണ്ട. ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ഏറ്റവും അവസാനമുള്ളത് ആരാണ് എന്ന് നോക്കുക. തന്നിരിക്കുന്ന നമ്പറിന്റെ ഏറ്റവും അവസാനം ഇവിടെ ആരാണ്? 5 ആണ് അല്ലേ? 5 ആണ് നമ്പർ എങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവസാനത്തെ അക്കം 5 ആണെങ്കിൽ, ശിഷ്ടം 0 ആയിരിക്കും. അടുത്ത നോക്കുക, 6005 6005 6005നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? ഇവിടെയും നിങ്ങൾ നോക്കേണ്ടത് അവസാനത്തെ സംഖ്യ ആരാണ്. അവസാനത്തെ സംഖ്യ 5 ആണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഉത്തരം പറയാം, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണ്. പഠിച്ചു. ഓക്കെ, അടുത്തത് 5100 5100നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? തന്നിരിക്കുന്ന നമ്പറിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് അവസാനത്തെ സംഖ്യ ആരാണ്. അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ ഉത്തരവും 0. അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ ശിഷ്ടം എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഒരു എക്സാമ്പിളോടെ നോക്കി, 2310 അല്ലെ, 2310 ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? നോക്കേണ്ടത് അവസാനത്തെ സംഖ്യ ഏതാണ്? അവസാനത്തെ സംഖ്യ ഏതാണ്? 0 ആണ്. ശിഷ്ടം 0. കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് നോക്കി, 2323നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ സംഖ്യ നോക്കുക. അവസാന സംഖ്യ ആരാണ്? 3 ആണ്. 5ഓ 0ഓ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? 0 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 3 ആണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും? 3 തന്നെ. അതിൽ വേറെ ഒന്നുമില്ല. ഉത്തരം എന്തായിരിക്കും? 3 തന്നെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കി, 4622 ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? നോക്കേണ്ടത് അവസാനത്തെ സംഖ്യ ഏതാണ്? അവസാന സംഖ്യ ഏതാണ്? 2 ആണ്. 5ഓ 0ഓ ആയിരുന്നെങ്കിൽ 0 ആയേനെ. അവസാന സംഖ്യ 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ഇവിടെ വന്നിരിക്കുന്ന അവസാന സംഖ്യ ഏതാണ്? 2 ആണ്. അപ്പൊ ശിഷ്ടം എന്തായിരിക്കും? 2 തന്നെ. അടുത്തൊരു നമ്പർ നോക്കി, 8766 8766നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിക്കും അല്ലേ? നമ്മൾ നോക്കും അവസാന സംഖ്യ ഏതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവസാന സംഖ്യ ഏതാണ്? 6 ആണ്. 0ഓ 5ഓ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതായിരുന്നു? 0 എന്ന് എഴുതായിരുന്നു. ഇവിടെ അവസാന സംഖ്യ 6 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 6 എന്ന് എഴുതും. പക്ഷെ 6 അല്ല ആൻസർ. 6 എന്ന് പറയുന്നത് 5നേക്കാൾ വലിയ സംഖ്യ ആയതുകൊണ്ട് 6ൽ നിന്ന് 5 മൈനസ് ചെയ്ത് 1 എന്ന് വേണം ഉത്തരം എഴുതാൻ. ഉത്തരം 1 ആണ്. അടുത്തൊരു സംഖ്യ നോക്കി, 1068നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് അവസാന സംഖ്യ ഏതാണ്? അവസാന സംഖ്യ 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശിഷ്ടം 8 എന്ന് എഴുതും. പക്ഷെ 8 അല്ല, 8 5നേക്കാൾ വലിയ സംഖ്യ ആയതുകൊണ്ട് 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് 3 എന്ന് ഉത്തരം എഴുതും. അപ്പൊ ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 3 എന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കി എത്ര ഡീറ്റെയിൽഡ് ആയിട്ട്, എത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഈ ഒരു ഇമ്പോർട്ടന്റ് ഭാഗം പഠിച്ചത് അല്ലേ? ഇത് കൃത്യമായിട്ട് നമുക്ക് ആദ്യം മുതലേ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് പൃഥ്വി ബാച്ചിന്റെ, അതായത് നമ്മുടെ സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് വരുന്നുണ്ട്. അപ്പൊ ആരും തന്നെ ചാൻസ് മിസ് ചെയ്യണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ആനുവൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന് അടിപൊളിയായിട്ട് നിങ്ങളെ എക്സാമിന് പറഞ്ഞയക്കുന്നതായിരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം.